ഹരി ഓം ഹരി ഓം. നാരായണ. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 60-ാം അധ്യായം. ശ്രീകൃഷ്ണ രുക്മിണി സംവാദം. ഭഗവാനും രുക്മിണിയുമായിട്ടുള്ള പ്രണയകലഹം. അതിൽ ഭഗവാന്റെ കളിയായി പറഞ്ഞ വാക്കുകൾ കേട്ട് ദേവി അത് വളരെ ഗൗരവബുദ്ധിയാ എടുത്ത് ഭഗവാൻ തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ എന്നുള്ള ആ ഒരു ഭയത്തോടുകൂടെ മോഹാത്സ്യപ്പെട്ട് വീഴുന്നതും പിന്നീട് ഭഗവാൻ താങ്ങിയെടുത്ത് ശുശ്രൂഷിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും എല്ലാം നമ്മൾ വിശദമായി കണ്ടു. അതിനുശേഷം അസ്വസ്ഥയായ ദേവി ഭഗവാനോട് പരിഭവപൂർവം ഭഗവാന്റെ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം എന്തെല്ലാം ദോഷങ്ങൾ ഭഗവാനിൽ ആരോപിച്ചുവോ അതിനെയെല്ലാം ഗുണങ്ങളാക്കി വർണ്ണിച്ചുകൊണ്ടും തനിക്ക് എന്തൊക്കെ ദോഷങ്ങൾ സൂചിപ്പിച്ചുവോ ആ ദോഷം തനിക്ക് ഇരുന്നോട്ടെ, അത് നല്ലതാണ് എന്നുള്ള മട്ടിലും നല്ല ചുട്ട മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 21-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. എന്നിട്ട് തുടരാം. 21-ാം ശ്ലോകം മുതൽക്ക്. ഓം അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഷഷ്ടിതമോऽധ്യായഃ. ശ്രീശുക ഉവാച ഏതാവതുക്ത്വാ ഭഗവാൻ ആത്മാനം വല്ലഭാമിവ മന്യമാനാം അവിശ്ലേഷാത് തദ്ദർപ്പജ്ഞഃ ഉപാരമത്. ഇതി ത്രിലോകേ സപതേസ്തദാത്മനഃ പ്രിയസ്യ ദേവി അശ്രുതപൂർവമപ്രിയം ആശ്രുത്യ ഭീതാ ഹൃദി ജാതവേ വധുഃ ചിന്താം ദുരന്താം രുദതി ജഗാമഃ. പദാ സുജാതേന നഘാരുണശ്രിയ ഭുവം ലികന്ധ്യശ്രുഭിരഞ്ജനാസിതൈഃ ആസിഞ്ചതി കുങ്കുമരോഷിതൗ സ്തനൗ തസ്തൗ അധോ മുക്യതി ദുഃഖരുദ്ധവാക്. തസ്യാസ്സു ദുഃഖഭയശോകവിനഷ്ടബുദ്ധേഃ ഹസ്താശ്ലതദ്വലയതോ വ്യജനം പപാത. ദേഹശ്ച വിക്ലവദിയഃ സഹസൈവ മുഹ്യൻ രംഭേവ വായുവിഹദാ പ്രവികീര്യ കേശാൻ. തദ്ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണഃ പ്രിയായാഃ പ്രേമബന്ധനം ഹാസ്യപ്രൗഢിമജാനന്ദ്യാഃ കരുണഃ സോന്വകമ്പത. പര്യങ്കാദവരുഹ്യാശു താമുത്ഥാപ്യ ചതുർഭുജഃ കേശാൻ സമുഹ്യ തദ്വക്ത്രം പ്രാമൃജത് പദ്മപാണിനാ. പ്രമൃജ്യാശ്രുകലേ നേത്രേ സ്തനൗ ചോപഹതൗ ശുച
ആശ്ലിഷ്യ ബാഹുനാ രാജൻ അനന്യവിഷയാം സതീം സാന്ത്വയാമാസ സാന്ത്വജ്ഞഃ കൃപയാ കൃപണാം പ്രഭുഃ ഹാസ്യപ്രൗഢിമ ഭ്രമച്ഛിത്താം അതതർഹാം സതാം ഗതിഃ. ശ്രീഭഗവാനുവാച മാമാ വൈദർഭ്യസൂയേധാ ജാനേ ത്വാം മത്പരായണാം ത്വദ്വചശ്രോതുകാമേന ശ്വേല്യാചരിതമംഗനേ മുഖം ച പ്രേമ സംരംഭസ്ഫുരിതാധരമീക്ഷിതും കടാക്ഷേ പാരുണാപാംഗം സുന്ദരഭ്രുകുടീതടം. അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേധിനാം യന്നർമ്മൈർനീയത്തെ യാമഃ പ്രിയയാഭിരുപാമിനി. ശ്രീശുക ഉവാച സൈവം ഭഗവതാ രാജൻ വൈദർഭീ പരിസാന്വിതാ ജ്ഞാത്വാ തൽപരിഹാസോക്തിം പ്രിയത്യാഗഭയം ജഹൗ. ബഭാഷ ഋഷഭം പുംസാം വീക്ഷന്തി ഭഗവന്മുഖം സവ്രീഡഹാസരുചിരസ്നിഗ്ധാഭാംഗേന ഭാരത. രുക്മിണ്യുവാച നന്വേവമേതദരവിന്ദവിലോചനാഃ യദ്വൈ ഭവാൻ ഭഗവതോ സദൃശീ വിഭൂം നഃ ക്വ സ്വേ മഹിമ്യഭിരതോ ഭഗവാൻ ത്രധീശഃ ക്വാഹം ഗുണപ്രകൃതിരാജ്ഞഗൃഹീതപാദ. സത്യം ഭയാദിവ ഗുണേഭ്യ ഉരുക്രമാന്തശ്ചേതേ സമുദ്ര ഉപലംബനമാത്ര ആത്മാ നിത്യം കതീന്ദ്രിയഗണൈകൃതവിഗ്രഹസ്ത്വം ത്വൽസേവകൈർനൃപപദം വിദുദം തമോന്തം. ത്വൽപാദപദ്മമകരന്ദജുഷാം മുനീനാം വത്മാസ്ഫുടം നൃപശുഭിർനനു ദുർവിഭാവ്യം യസ്മാദലൗകികമിവേഹിതമീശ്വരസ്യ ഭൂമന്തവേഹിതമധോ അനുയേ ഭവന്തം. നിഷ്കിഞ്ചനോ നനു ഭവാൻ ന യദോസ്തി കിഞ്ചിത് യസ്മൈ ബലിം ബലിഭുജോ വിഹരന്ത്യജാദ്യാഃ ന ത്വാ വിദന്ത്യസുതൃപോന്തകമഡ്യതാന്താഃ. പ്രേഷ്ടോ ഭവാൻ ബലിഭുജാമപി തേപി തുഭ്യം ത്വം വൈ സമസ്തപുരുഷാർത്ഥമയഫലാത്മാ യദ്വാഞ്ഛയാ സുമതയോ വിസൃജന്തി കൃത്സ്നം തേഷാം വിഭോ സമുചിതോ ഭവതഃ സമാജഃ പുംസസ്ത്രിയാശ്ചരതയോഃ സുഖദുഃഖിനോർന. ത്വം ന്യസ്തദണ്ഡമുനിഭിർഗദിതാനുഭാവ ആത്മാത്മദശ്ച ജഗദാമിതി മേ വൃതോऽസി. ഹിത്വാ ഭവദ്ഭ്രുവ ഉദീരിതകാലവേഗദോസ്താശിഷോ അബ്ജഭവനാഗപതീൻ കുതോന്യേ. ജാഡ്യം വജസ്തവ ഗദാഗ്രജയസ്തു ഭൂപാൻ വിദ്രാവ്യ ശാർംഗനിനദേന ജഹർത്ത മാം ത്വം. സിംഹോ യദാ സ്വബലിമീശ പശൂൻ സ്വഭാഗം തേഭ്യോ ഭയാത് യദുദധിം ശരണം പ്രപന്നഃ. യദ്വാഞ്ഛയാ നൃപശിഖാമണയൊങ്കവൈന്യജായന്ത നാഹുഷഗയാദയ ഐകപത്യം രാജ്യം വിസൃജ്യ വിവിശുർവനമംബുജാക്ഷ സീദന്തി തേനു പദവീം തൈഹാസ്ഥിതാ കിം. കാന്യം ശ്രയേത തവ പാദസരോജഗന്ധമാഗ്രായ സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മ്യാലയം ത്വവിഗണയ്യ ഗുണാലയസ്യ മർത്യാ സദോരുഭയമർത്ഥവിവിക്തദൃഷ്ടിഃ. തം ത്വാനുരൂപമഭജം ജഗദാമധീശം ആത്മാനമത്ര ച പരത്ര ച കാമപൂരം സ്യാന്മേ തവാംഗ്രിരരണം ശ്രുതിഭിർഭ്രമന്ത്യാ യോ വൈ ഭജന്തമുപയാതി അനൃതാപവർഗഃ. തസ്യാസ്യുരച്യുതനൃപാ ഭവതോപദിഷ്ടാഃ സ്ത്രീണാം ഗൃഹേഷു കരഘോഷബിഡാലഭൃത്യാഃ യത്കർണമൂലമരികർഷണ നോപയായാദ്യുഷ്മത്കദാ മൃഡവിരിഞ്ചസഭാസുഗീതാ. ത്വക്സ്മശ്രുരോമനഖകേശപിനദ്ദമന്തർമാംസാസ്തിരക്തകൃമിവിട്കഫപിത്തവാദം ജീവച്ഛവം ഭജതി കാന്തമതിർവിമൂഢ
യാ തേ പദാബ്ജമകരന്ദമജിഗ്രതീ സ്ത്രീ അസ്ത്വംബുജാക്ഷ മമ തേ ചരണാനുരാഗ ആത്മൻരദസ്യ മയി ചാനതിരിക്തദൃഷ്ടേഃ യർഹ്യസ്യ വൃദ്ധയ ഉപാത്തരജ്യോതിമാത്രോ മാമീക്ഷസേ തദുഹനഃ പരമാനുകമ്പാ നൈവാളീകമഹം മന്യേ വചസ്തേ മധുസൂദന അംബായാ ഇവ ഹി പ്രായഃ കന്യായാ സ്യാദ്രതി ക്വചിത് വ്യൂഢായാശ്ചാപി പുംശല്യ മനോഭ്യേതി നവം നവം ബുധോ സതീം ന ബിഭ്രയാത്താം ബിഭ്രത് ഉപയച്യുതഃ. ശ്രീഭഗവാനുവാച സാദ്വേതത് ശ്രോതുകാമൈസ്ത്വം രാജപുത്രീ പ്രലംഭിത മയോദിതം യദന്വാർത്ഥ സർവം തത്സത്യമേവ ഹി യാൻ യാൻ കാമയസേ കാമാൻ മയ്യകാമായ ഭാമിനി സന്ദിഹ്യേകാന്തഭക്തായാഃ തവ കല്യാണി നിത്യതാം ഉപലബ്ധം പതിപ്രേമ പാതിവ്രത്യം ച തേ അനഘേ യദ്വാക്യൈശ്ചാല്യമാനായാഃ ന ധീർമയ്യപകർഷിതാം യേ മാം ഭജന്തി ദാമ്പത്യേ തപസാ വ്രതചര്യയാ കാമാത്മാനോപവർഗേശം മോഹിതാ മമ മായയാ മാം പ്രാപ്യ മാനിന്യപവർഗസമ്പദം വാഞ്ചന്തി യേ സമ്പദയേവ തത്പദിം തേ മന്ദഭാഗ്യാ നിരയേഭി യേ നൃണാം മാത്രാത്മകത്വാത് നിരയഃ സുസംഗമഃ ദിഷ്ട്യാ ഗൃഹേശ്വര്യ സകൃന്മയി ത്വയാ കൃതാനുവൃത്തിർഭവമോചനീ ഖലൈഃ സുദുഷ്കരാസൗ സുതരാം ദുരാശിഷോ ഹ്യസുംഭരായാ നികൃതിഞ്ചുഷസ്ത്രിയാഃ ന ത്വാദൃശീം പ്രണയിനീം ഗൃഹിണീം ഗൃഹേഷു പശ്യാമി മാനിനി യയാ സ്വവിവാഹകാലേ പ്രാപ്താൻ നൃപാൻ അവഗണയ്യ രഹോഹരോ മേ പ്രസ്താവിതോ ദ്വിജ ഉപസൃത സത്കദസ്യ ഭ്രാതുർവിരൂപകരണം യുധി നിർജിതസ്യ പ്രോദ്വാഹ പർവണി ച തദ്വദമക്ഷഗോഷ്ഠ്യാം ദുഃഖം സമുത്ഥമസഹോസ്മദയോഗഭീത്യാ നൈവാബ്രവീ കിമപി തേന വയം ചിതാസ്തേ ദൂതസ്ത്വയാത്മലഭനെ സുവിവിക്തമന്ത്രഃ പ്രസ്താപിതോ മയി ചിരായതി ശൂന്യമേതത് മത്വാ ജിഹാസ ഇദമംഗമനന്യയോഗ്യം തിഷ്ഠേത തത്വൈവയം പ്രതിനന്ദയാമഃ. ശ്രീശുക ഉവാച ഏവം സൗരഥസംലാപൈർഭഗവാൻ ജഗദീശ്വരഃ സ്വരതോ രമയാ രേമേ നരലോകം വിഡംബയൻ തദാന്യാസാമപി വിഭുഃ ഗൃഹേഷു ഗൃഹവാനിവ ആസ്ഥിതോ ഗൃഹമേദീയാൻ ധർമാൻ ലോകഗുരുർഹരിഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ കൃഷ്ണരുക്മിണീ സംവാദോ നാമ ഷഷ്ഠിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഇത് നമ്മൾ ദശമസ്കന്ധത്തിലെ 60-ാം അധ്യായമാണ് കാണുന്നത്. കൃഷ്ണരുക്മിണി സല്ലാപം. ഭഗവാൻ തന്നെക്കുറിച്ച് പല ദോഷങ്ങളും പറഞ്ഞ് രുക്മിണീ ദേവിക്ക് സമനല്ല, അങ്ങനെയുള്ള എന്നെ എന്തിനാ നീ
അറിവില്ലായ്മ കൊണ്ട്, ദീർഘദർശനമില്ലായ്മ കൊണ്ട് ദുഃഖം വരാൻ വേണ്ടി വരിച്ചത്. അതുകൊണ്ട് ഒട്ടും വൈകിയിട്ടില്ല. ഇനിയും വേറെ ഏതെങ്കിലും ക്ഷത്രിയ വീരന്മാരെ നിനക്ക് വരിക്കാവുന്നതാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ദേവി മോഹാത്സ്യപ്പെട്ട് വീണതും, അല്ലേ, വളകളൊക്കെ അഴിഞ്ഞു വീഴുന്നതും, അതുപോലെ കയ്യിലുള്ള വെഞ്ചാമരം വീഴുന്നതും, അവസാനം ദേവി തന്നെ വെട്ടിയിട്ട വാഴ പോലെ വീണു എന്ന് പറഞ്ഞു. ഭഗവാൻ വേഗം ചാടിയിറങ്ങി 4 കൈകൾ കൊണ്ട് ദേവിയെ എടുത്തു പൊക്കി തൻ്റെ മാറോട് ആലിംഗനം ചെയ്തുകൊണ്ട് തലമുടിയെല്ലാം ഒതുക്കി കെട്ടി, മുഖമെല്ലാം തുടച്ചു, മാറത്തെല്ലാം കണ്ണുനീർ വീണതെല്ലാം തുടച്ചു. എന്നിട്ട് സാന്ത്വനിപ്പിച്ചു. സാന്ത്വജ്ഞനായിട്ടുള്ള ഭഗവാൻ കൃപയോടുകൂടെ കൃപണയായ ദേവിയെ താൻ പറഞ്ഞ തമാശയുടെ ആ ഒരു രസം ഉൾക്കൊള്ളാനുള്ള സാമർഥ്യമില്ലാത്തവളായിട്ടുള്ള, ഒരിക്കലും ദുഃഖിപ്പിക്കാൻ പാടില്ലാത്തവളായ ദേവിയെ ഭഗവാൻ ദുഃഖിക്കുന്നത് കണ്ട് ആശ്വസിപ്പിക്കുകയാണ്. അല്ലയോ വൈദർഭി, നീ എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള ദ്വേഷം വിചാരിക്കരുത്. നീ എന്നിൽ തന്നെ പരായണയാണെന്ന് ഞാൻ അറിയുന്നു. നിന്റെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കളിയായിട്ട് ഞാൻ പറഞ്ഞതല്ലേ. നിന്റെ ആ പ്രേമസംരംഭ സ്ഫുരിതാതരം മുഖം ഈക്ഷിത്തും, വിറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടിയതായിട്ടുള്ള മുഖത്തെ കാണാനും, നീ എന്നെ കടക്കണ്ണുകൊണ്ട് അമ്പെയ്യും പോലെ എറിയുന്നതും, സുന്ദര ഭ്രുകുടീതളം വളഞ്ഞതായിട്ടുള്ള വില്ലുപോലെയുള്ളതായിട്ടുള്ള പുരുകക്കൊടിയൊക്കെ കാണുന്നതിനും എല്ലാം വേണ്ടിയിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്തത്. ഇതല്ലേ ഗൃഹമേധികൾക്ക് ഗൃഹങ്ങളിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ലാഭം, നർമ്മങ്ങളെ കൊണ്ട് സമയം കളയുക എന്നുള്ളതല്ലേ. നീ അപ്പോഴേക്ക് ഇത്രയ്ക്ക് പേടിച്ചു പോയോ സുന്ദരി എന്ന് പറഞ്ഞ് ഭഗവാൻ ആശ്വസിപ്പിച്ചു. ആ വൈദർഭി പരിസാന്ധിതയായപ്പോൾ ഭഗവാന്റെ പരിഹാസോക്തിയെ മനസ്സിലാക്കി തന്നെ ത്യജിക്കുകയില്ല എന്നുള്ള ഉറപ്പ് ആയി. അങ്ങനെ ഭഗവാന്റെ മുഖത്തേക്ക് ലജ്ജയോടും മന്ദഹാസത്തോടും കടക്കണ്ണുകൊണ്ടും നോക്കിക്കൊണ്ട് ഭാഷണം ചെയ്തു. രുക്മിണി ഉവാച എന്ന് പറഞ്ഞ് രാവിലെ നമ്മൾ 34 മുതൽ 37 വരെയുള്ള ശ്ലോകങ്ങൾ കണ്ടിരുന്നു. ഭഗവാന്റെ ഓരോ ദോഷത്തിനും തക്കതായിട്ടുള്ള മറുപടിയാണ് ദേവി കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങ് പറഞ്ഞത് ശരിയാണ് താമരക്കണ്ണ, നമ്മൾ തമ്മിൽ സാദൃശ്യമില്ല എന്ന് പറഞ്ഞില്ലേ. അങ്ങ് എനിക്ക് സദൃശനല്ല എന്ന് പറഞ്ഞത് വാസ്തവം തന്നെയാണ്. കാരണം സ്വന്തം മഹിമാവിൽ അഭിരമിക്കുന്ന വിഭൂമാവായ ത്രധീശനായ ഭഗവാനായ അങ്ങ് എവിടെ കിടക്കുന്നു? ഗുണപ്രകൃതിയും അജ്ഞന്മാർ മാത്രം ആശ്രയിക്കുന്നവളുമായിട്ടുള്ള ഞാൻ എവിടെ കിടക്കുന്നു? രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരിക്കലും സദൃശരല്ല, സമന്മാരല്ല. ഇനി അങ്ങ് രാജാക്കന്മാരെ ഭയന്ന് സമുദ്രമധ്യത്തിലേക്ക് പോയി എന്ന് പറഞ്ഞത് സത്യം തന്നെ. ഇന്ദ്രിയങ്ങളാകുന്ന ആ രാജാക്കന്മാരോട് ദ്വേഷം ഉണ്ടാക്കി അവരെ ഭയന്നതുപോലെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് ഉള്ളിൽ എന്താ പറയുക, ഹൃദയ ഗുഹയിൽ ആത്മാവ് ഒളിഞ്ഞിരിക്കും പോലെ അങ്ങിവിടെ സമുദ്രത്തിൽ വന്നൊളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അങ്ങയുടെ സേവകന്മാരായിട്ടുള്ള ആളുകൾ പോലും അവരുടെ രാജപദവി നിസ്സാരമായി കണക്കി വലിച്ചെറിയുന്നു. കാരണം അത് നരകത്തിലേക്കുള്ള വഴിയാണെന്ന്. അപ്പോൾ അങ്ങക്ക് രാജപദവി ഇല്ല എന്ന് പറഞ്ഞതും ഒരു ദോഷമല്ല. രാജപദവി കിട്ടിയവരെല്ലാം അത് വലിച്ചെറിഞ്ഞിട്ടാണ് അങ്ങയുടെ പുറകെ അങ്ങയുടെ പദത്തിലേക്ക് വരുന്നത്. അപ്പോൾ രാജപദവി അത്ര വലിയ സംഭവമൊന്നുമല്ല. അങ്ങത് വലിച്ചെറിഞ്ഞതിൽ ഒരു കാര്യവുമില്ല, ഒരു ആശ്ചര്യവും ഇല്ല. അതൊരു ഭാരം മാത്രമാണ്. ഇനി അങ്ങ് പറഞ്ഞില്ലേ, എൻ്റെ വഴി
വ്യക്തമായിട്ടുള്ള വഴിയല്ല, ഞാൻ പല വഴിക്കും വഴിതെറ്റി പോകുന്നവനാണ്, അലൗകിക പന്ഥാനങ്ങളിലൂടെ നടക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞില്ലേ? ശരി തന്നെയാണ്. അങ്ങയെ സേവിക്കുന്ന മുനീശ്വരന്മാർ പോലും അവർ സഞ്ചരിക്കുന്ന, അവർ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർക്ക്, അജ്ഞാനികൾക്ക് ഭാവന ചെയ്യാൻ പ്രയാസമേറിയതാണ്. നൃപശുഭിർ ദുർവിഭാവ്യം മനു. വിവേകമില്ലാത്ത, വേണ്ട പോലെ ജ്ഞാനമില്ലാത്ത, പക്വതയില്ലാത്ത മൂഢജനങ്ങൾക്ക് ആ മുനിമാരുടെ ചര്യ പോലും എന്താണെന്ന് അറിയാൻ, അതിൻ്റെ രഹസ്യമെന്തെന്നറിയാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അങ്ങയുടെ ചേഷ്ടകളെക്കുറിച്ച് എങ്ങനെ അറിയാനാണ്? ആർക്കറിയാൻ കഴിയും? അതുകൊണ്ട് ആർക്കും അങ്ങയുടെ ചര്യകളെക്കുറിച്ച് വ്യാഖ്യാനിക്കാനാവില്ല. അതിൻ്റെ രഹസ്യം എന്താണ്, അതിൻ്റെ തത്വം എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി അങ്ങ് നിഷ്കിഞ്ചനനാണ്, നിഷ്കിഞ്ചനന്മാരാണ് അങ്ങയെ ഭജിക്കുന്നത് എന്ന് പറഞ്ഞുവല്ലോ. ശരി തന്നെയാണ്, അങ്ങ് നിഷ്കിഞ്ചനനാണ്. കാരണം അങ്ങയിൽ നിന്ന് അന്യമായിട്ട് കിഞ്ചന നാസ്തി, ഒരു വസ്തുവും ഇല്ലാത്തത് കൊണ്ട് അങ്ങയ്ക്ക് ഏതെങ്കിലും വസ്തുവിനെ ഓൺ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിഷ്കിഞ്ചനൻ എന്ന് പറഞ്ഞത് സത്യം തന്നെ. പക്ഷേ അങ്ങയെ ഭജിക്കുന്നത് നിഷ്കിഞ്ചനന്മാരാണ് എന്ന് പറയുന്നത് അത് ശരിയല്ല. എന്താ വെച്ചാൽ ബ്രഹ്മാദി ദേവന്മാര് അവരൊക്കെയാണ് അങ്ങയെ ബലി കൊണ്ടുവന്ന്, പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് സേവിക്കുന്നത്, പൂജിക്കുന്നത്. അങ്ങയെ ചിലർ ആഢ്യന്മാർ പൂജിക്കുന്നില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ്. ആ ആഢ്യത കൊണ്ട് അന്ധന്മാരായിട്ടുള്ളവർ, അസുതൃപ, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവരായിട്ടുള്ള ആ മൂഢജനങ്ങൾ, അവര് അങ്ങയെ നത്വാം വിദന്തി, അങ്ങയെ അറിയുന്നില്ല. അപ്പോൾ അങ്ങയെ ഭജിക്കാത്ത കൂട്ടരുണ്ട്, അസുര സ്വഭാവമുള്ളതായിട്ടുള്ള ആളുകൾ. എന്നാൽ അങ്ങേക്ക് ബലി കൊണ്ടുവരുന്നതായിട്ടുള്ള ബലിബുക്കുകളെ അങ്ങേക്ക് ഇഷ്ടമാണ്. അവർക്ക് അങ്ങയോടും എന്തെന്നില്ലാത്ത പ്രീതിയാണ്. നിങ്ങൾ പരസ്പരം നല്ല സ്നേഹത്തോടെ തന്നെയാണ് വർത്തിക്കുന്നത്. മൂഢജനങ്ങൾ, അസുര സ്വഭാവമുള്ളവർ, മായ കൊണ്ട് മോഹിതരായിട്ടുള്ളവരാണ് അങ്ങയെ ഭജിക്കാതിരിക്കുന്നത്. അതുവരെയാണ് നമ്മൾ രാവിലെ പറഞ്ഞു നിർത്തിയത്. നമുക്ക് അടുത്ത 38-ാം ശ്ലോകം മുതൽക്ക് തുടരാം. നാരായണ. ത്വം വൈ സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ യദ്വാഞ്ഛയാ സുമതയോ വിസൃജന്തി കൃത്സ്നം തേഷാം വിഭോ സമുചിതോ ഭവതഃ സമാജഃ പുംസസ്ത്രിയാശ്ചരതയോ സുഖദുഃഖിനോർനാം. ത്വം വൈ സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ യദ്വാഞ്ഛയാ സുമതയോ വിസൃജന്തി കൃത്സ്നം തേഷാം വിഭോ സമുചിതോ ഭവതഃ സമാജഃ പുംസസ്ത്രിയാശ്ചരതയോ സുഖദുഃഖിനോർനാം. തുല്യന്മാർ തമ്മിലുള്ള മൈത്രി, വിവാഹം, ഇതൊക്കെയാണ് ശോഭിക്കുക എന്ന് അങ്ങ് പറഞ്ഞു. അത് എല്ലായിടത്തും സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആരാണ്? അങ്ങേക്ക് തുല്യനായിട്ട് ആരാണ് ഉള്ളത്? പക്ഷേ അങ്ങനെ കരുതി അങ്ങേക്ക് ഒപ്പമായാലേ അങ്ങയെ ഭജിക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിയാൽ ഒരിക്കലും അങ്ങയെ ഭജിക്കലുണ്ടാവില്ല. എന്നാൽ മനുഷ്യരായി ജനിച്ചവരെല്ലാവരും തന്നെ അങ്ങയെ ഭജിക്കേണ്ടതല്ലേ? അങ്ങയെ ഭജിച്ചാലല്ലേ ജന്മം ധന്യമാവുകയുള്ളൂ. അങ്ങല്ലേ എല്ലാവർക്കും ആത്മജ്ഞാനത്തെ, ആനന്ദത്തെ കൊടുത്ത് അങ്ങേക്ക് തുല്യനാക്കുന്നത്. അപ്പോൾ അങ്ങയെ ഭജിക്കാൻ തുടങ്ങുമ്പോൾ ആരും തുല്യരല്ല. പക്ഷേ ഭജിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവരെയൊക്കെ അനുഗ്രഹിച്ച് തനിക്ക് തുല്യരാക്കി തീർക്കുകയും ചെയ്യും.
അതുകൊണ്ട് സമന്മാർ തമ്മിൽ മാത്രമേ മൈത്രിയും വിവാഹവും ഒക്കെ പാടുള്ളൂ എന്ന് പറയുന്നത് ഇവിടെ യോജിക്കുന്നതല്ല. ഈ വിഷയത്തിൽ, അങ്ങയുടെ വിഷയത്തിൽ യോജിക്കുന്നതല്ല. മറ്റ് ലൗകികന്മാർ തമ്മിൽ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ഇത് അങ്ങയുമായിട്ടുള്ള ബന്ധം ഒരു ലൗകിക ബന്ധം അല്ല. ഇതാണ് ന്യായം പറയുന്നത്. അതാണ് ത്വം വൈ സമസ്ത പുരുഷാർത്ഥമയഃ ഫലാത്മാ. ത്വം വൈ, അങ്ങ് തന്നെ, അങ്ങ് ഉറപ്പായിട്ടും അങ്ങ് തന്നെയാണ് സമസ്ത പുരുഷാർത്ഥമയഃ, സകല പുരുഷാർത്ഥങ്ങളുടെയും സ്വരൂപൻ. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങളും അങ്ങ് തന്നെയാകുന്നു. അങ്ങയിൽ നിന്നാണ് എല്ലാം ലഭിക്കുന്നത്. ധർമ്മവും അർത്ഥവും കാമവും അങ്ങയിൽ നിന്ന് തന്നെയാണ്, മോക്ഷവും അങ്ങയിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെയൊക്കെ ഫലാത്മാ, ഫലസ്വരൂപനാണ് അങ്ങ്. അപ്പൊ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങളുടെയും ഫലസ്വരൂപനായ ആനന്ദസ്വരൂപൻ അങ്ങാകുന്നു. നമ്മൾ ഈ പുരുഷാർത്ഥങ്ങളൊക്കെ നേടുന്നത് എന്തിനു വേണ്ടിയാ? സുഖത്തിന് അഥവാ ആനന്ദത്തിന് വേണ്ടി അല്ലേ? പക്ഷെ അറിവില്ലാത്ത ആളുകൾ ഭഗവാനിൽ നിന്ന് അന്യമാണ് ഈ ലോകത്തുള്ള വിഷയങ്ങളെന്ന് കരുതി ആ വിഷയങ്ങളുടെ പുറകെ പോകുന്നു. വാസ്തവത്തിൽ ലോകത്തിലുള്ള സകല വസ്തുക്കളും നമുക്ക് നൽകുന്നത് ഭഗവാൻ തന്നെയാണ്. ധർമ്മമാകട്ടെ, അർത്ഥമാകട്ടെ, കാമമാകട്ടെ നമുക്ക് സാധിക്കുന്നത് ഈശ്വരാനുഗ്രഹമുള്ളപ്പോൾ മാത്രമാണ്. ഈശ്വരൻ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ, അത് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ധർമ്മം, അർത്ഥം, കാമം ഈ 3 ത്രിവർഗങ്ങളും സാധ്യമാകും. നിങ്ങൾ അതിനുവേണ്ടി ആരെ ഭജിച്ചാലും കുഴപ്പമില്ല. ഏത് രൂപത്തിൽ ആരെ ഭജിച്ചാലും ആ രൂപത്തിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ധർമാർത്ഥ കാമങ്ങളെ നൽകുന്ന ആ എന്താ പറയുക, എല്ലാറ്റിനും പുറകിലുള്ള ഈശ്വരൻ അല്ലേ? ഏത് ദേവന്മാരെ ഭജിച്ചാലും, ഏത് എന്താ പറയുക ഭൂമിയിലുള്ള രാജാക്കന്മാരെ ഭജിച്ചാലും, ഏത് പ്രഭുക്കളെ ഭജിച്ചാലും, ഏത് മുതലാളിമാരെ ഭജിച്ചാലും, ഏത് രാഷ്ട്രീയക്കാരെ, ഏത് സ്ഥാനമാനങ്ങളിലുള്ളവരെ ഭജിച്ചാലും, ആരെ സേവിച്ചാലും അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുവോ അതെല്ലാം ഈശ്വര വിഹിതമാണ്. ഈശ്വരൻ നിങ്ങൾക്കത് തരാൻ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ആ പറഞ്ഞ ആളുകൾക്കൊന്നും തരാൻ കഴിയില്ല. അവർ വിപരീതമായി പ്രവർത്തിക്കും, അല്ലെങ്കിൽ അവർക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് കൈമലർത്തും. ഞങ്ങൾക്ക് പരിമിതിയുണ്ട്, ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അർഹിക്കുന്നത് എത്രയോ നമ്മുടെ അധ്വാനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ഫലമായിട്ട് കൂടുതൽ അർഹിക്കുന്നുണ്ടാവും. പക്ഷേ അത് തരാൻ തോന്നണ്ടേ? അതാരാണെങ്കിലും തരാൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ തന്നില്ലെങ്കിൽ എന്താ ചെയ്യുക അല്ലേ? ഏതെങ്കിലും ഒരു മുതലാളിയുടെ കീഴിൽ ആത്മാർത്ഥമായി വളരെ ലോയലായിട്ട് വളരെ കാലം കഠിനമായി അധ്വാനം ചെയ്തു ആ മുതലാളിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ആ മുതലാളി മഹാപിശുക്കനാണെങ്കിൽ എന്താ ചെയ്യുക? കണ്ടറിഞ്ഞ് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി ആവശ്യം വരുമ്പോൾ സഹായിക്കുകയോ ഒന്നും ചെയ്യില്ല. അർത്ഥ കയ്യിൽ ഉപ്പ് തേക്കില്ല. കൃത്യമായിട്ട് ചെയ്ത ദിവസത്തെ പണിക്ക് മാത്രം കൂലി കൊടുക്കും. ഒരു ദിവസം അത്യാവശ്യമായിട്ട് ലീവ് എടുത്താൽ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും. ഒരു ദാക്ഷിണ്യമില്ലാതെ അങ്ങനെയൊക്കെ ചെയ്യുന്ന അല്ലേ മുതലാളിമാരുണ്ട്. എത്ര അവർക്ക് വേണ്ടി ലോയലായിട്ട് കഠിനമായിട്ട് രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചാലും അതൊന്നും കാണില്ല ചിലരങ്ങനെയല്ല. അത് മനസ്സിലാക്കുന്നവര് സന്തോഷമായിട്ട് ചിലപ്പോൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. കൈ നിറയെ കൊടുക്കും. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തതാ കൊടുക്കുക.
ഇത്രയൊക്കെയോ, ഇത് ഞാൻ അർഹിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ചില നല്ല മനസ്സുള്ള ആളുകൾ തങ്ങളുടെ കീഴിൽ നിൽക്കുന്നവർക്ക് കൊടുക്കുക. ഇങ്ങനെ എല്ലാ തരത്തിലുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അവർക്ക് കൊടുക്കാൻ തോന്നുന്നത് ഈശ്വരാനുഗ്രഹം, ഈശ്വരാനുകൂല്യം. അപ്പോൾ ഭഗവാൻ നിശ്ചയിച്ചു ഇയാൾക്ക് ഇന്നത് കൊടുക്കണം എന്ന്. അപ്പോഴാണ് മറ്റേ ആളുടെ ഉള്ളിൽ അത് കൊടുക്കാൻ തോന്നുന്നു. അതാത് സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് അത് കൊടുക്കാൻ തോന്നുന്നത്. അപ്പൊ ധർമ്മമാകട്ടെ, അർത്ഥമാകട്ടെ, കാമമാകട്ടെ, ഇപ്പോ കാമം എന്നുള്ള ഒരു ആഗ്രഹം, അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല സമ്പാദ്യങ്ങളും ഉണ്ടാക്കുന്നത്. വീട് കെട്ടുന്നു, വാഹനം വാങ്ങിക്കുന്നു, കല്യാണം കഴിക്കുന്നു, സന്തതികളെ ജനിപ്പിക്കുന്നു, പലതും അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ചെയ്യുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടി? നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ, സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ. പക്ഷെ അത് തന്നെ വിപരീതമായി തീർന്നാലോ? ഒരു വീട് കഷ്ടപ്പെട്ട് കെട്ടിയതായിട്ടുള്ള വീട് എന്നും പണി തന്നുകൊണ്ടിരുന്നാലോ? എപ്പോഴും കംപ്ലൈൻ്റ് ആണ് അതിൻ്റെ കടം വീട്ടാനും പറ്റുന്നില്ല. അത് എന്താ പറയുക, വലിയൊരു ഭാരമായിട്ട് തലയ്ക്ക് തോന്നുകയാണെങ്കിലോ അതിനെ വേഗം വിറ്റ് സ്ഥലം വിടാൻ തോന്നും. വാഹനം വാങ്ങിച്ചാലും അതുപോലെ തന്നെ. കല്യാണം കഴിച്ചാൽ സന്തോഷമാവെന്ന് വിചാരിച്ചാണ് പലരും കല്യാണം കഴിക്കുന്നത്. അതോടുകൂടി കല്യാണം കഴിഞ്ഞു എന്നാണ് ചിലരൊക്കെ പറയുന്നത്. ചിലരല്ല, ഭൂരിപക്ഷവും പറയുന്നത്. അല്ലേ? ഉണ്ടായിരുന്ന സുഖവും സന്തോഷവും സ്വാതന്ത്ര്യവും എല്ലാം നഷ്ടപ്പെട്ട് ദുഃഖ പരമ്പരകൾ, അസ്വാതന്ത്ര്യം, ഇതൊക്കെയാണ്, പീഡകളാണ് പലരും ഈ വിവാഹം തനിക്ക് സുഖം തരുമെന്ന് വിചാരിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ നന്നായി വരണമെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം? ഈശ്വരാനുഗ്രഹം വേണം. കുട്ടികളിൽ നിന്ന് സന്തോഷം കിട്ടണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈശ്വരൻ അനുഗ്രഹം ചെയ്തില്ലെങ്കിൽ, ഇപ്പം നമ്മൾ മറ്റ് ദേവതകളെ ഉപാസിക്കുന്നു, ആ ദേവതകളിൽ നിന്ന് ഓരോ കാര്യത്തിന് വേണ്ടി. അപ്പോ ആ ദേവതകൾക്ക് അനുഗ്രഹിക്കാനുള്ള ശക്തി പോലും ആരാ കൊടുക്കുന്നത്? ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ പറയും, അവർ കൊടുക്കുന്നതായിട്ടുള്ള അനുഗ്രഹമെല്ലാം എന്നാൽ കൊടുക്കപ്പെട്ടതാണ്. മയൈവ വിഹിതാൻ ഹി താൻ. ഹേ അർജുന, ഏതേത് ദേവകളെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ഉപാസിച്ചാലും അതാത് ദേവതകൾ നിങ്ങൾക്ക് എന്തെന്ത് ഫലങ്ങളെ നൽകുന്നുവോ ആ ഫലങ്ങളൊക്കെ നൽകുന്നത് വാസ്തവത്തിൽ ആരാണ്? അതിൻ്റെയൊക്കെ പുറകില് ഞാനാണ്. മയൈവ വിഹിതാൻ ഹിതാൻ. അല്ലേ? കേരളത്തിലെ പിണറായി സർക്കാർ കേന്ദ്ര പദ്ധതികളൊക്കെ സ്വന്തം പേരിലാക്കി നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കും പോലെ, യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ടാണ്, പക്ഷേ ഒക്കെ ഞാനാണ് തരുന്നത് എന്ന് പറഞ്ഞ് തൻ്റെ വലിയ ഫ്ലക്സൊക്കെ വെച്ച്, തൻ്റെയും മരുമകൻ്റെയും ഫ്ലക്സൊക്കെ വെച്ചിട്ട് നന്നായിട്ട് താൻ കൊടുക്കുന്നത് പോലെ കാണിക്കും. എന്നതുപോലെയാണ് ദേവതകളൊക്കെ. വാസ്തവത്തിൽ ആരാ കൊടുത്തിരിക്കുന്നത്? അത് കേന്ദ്ര ഫണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ഭഗവാനെ കുറിച്ച് പറയുന്നു. ഫലാത്മാ, ഫലസ്വരൂപൻ ഭഗവാനാണ്. ഭഗവാനിൽ നിന്നാണ് നമ്മൾക്ക് എല്ലാ ഫലങ്ങളും കിട്ടുന്നത്, എല്ലാ പുരുഷാർത്ഥങ്ങളും കിട്ടുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ ഭഗവാനെ ഭജിക്കുന്നതിൽ തെറ്റുണ്ടോ? എല്ലാ പുരുഷാർത്ഥങ്ങളും സാധിക്കാനും എല്ലാ ഫലങ്ങളും ലഭിക്കാനുമായിട്ട് പിന്നെ ആരെയാ ഭജിക്കേണ്ടത്? നിസ്സാരന്മാരെയോ അല്പന്മാരെയോ? അല്പന്മാരെ ഭജിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അവർ തന്നെ അല്ലേ ഇറയി പിടിച്ച് തൂങ്ങിയിരിക്കുന്നവരാണ്. അവരുടെ കുതി പിടിച്ച് തൂങ്ങിയിട്ട് എന്ത് കാര്യം? അവർ പോലും വീണു പോകും. അപ്പോൾ അങ്ങയെ ഭജിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങയെ തന്നെയാണ് ഭജിക്കേണ്ടത് എന്നും കൂടി രുക്മിണി ദേവി പറയാതെ പറയുന്നു.
ത്വം വൈ സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ യദ്വാഞ്ഛയാ സുമതയോ വിസൃജന്തി കൃഷ്ണം. യദ്വാഞ്ഛയാ, ഏതൊന്നിന്റെ വാഞ്ച കൊണ്ട്, ഏതൊരു ആനന്ദത്തിനുള്ള ആഗ്രഹം കൊണ്ട്. ആനന്ദസ്വരൂപൻ അങ്ങാണ്, ബലസ്വരൂപൻ അങ്ങാണ്. അങ്ങ് കനിഞ്ഞാലേ ആനന്ദമുള്ളൂ. അപ്പൊ യദ്വാഞ്ഛയാ, ഏതൊരു ആനന്ദത്തിന് വേണ്ടി, ഏതൊരു ഭഗവാനെ ലഭിക്കാൻ വേണ്ടി, കൃഷ്ണം വിസൃജന്തി, ആര്? സുമതയ, നല്ല ബുദ്ധിയുള്ളവർ, സുഷ്ടുമതികളുള്ളവർ, നല്ല വിവേകമുള്ള ബ്രില്യൻ്റായ ബുദ്ധിയുള്ളതായിട്ടുള്ള ആളുകൾ, വിവേകമതികൾ, സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകൾ, അവർ ബാക്കിയുള്ളതിനെയെല്ലാം വെടിഞ്ഞ്, കൃഷ്ണം വിസൃജന്തി, എല്ലാം വെടിഞ്ഞ് അങ്ങയെ ആശ്രയിക്കുന്നു. അനിത്യം അസുഖം ലോകം എന്നറിഞ്ഞുകൊണ്ട്, ഇമം പ്രാപ്യ ഭജസ്വമാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഭജിക്കേണ്ടത് ഭഗവാനെയാണെന്ന് ഉറപ്പോടുകൂടിയവരാണ് സുമതികൾ. ബാക്കിയുള്ളവരൊക്കെ കുമതികൾ. അപ്പൊ സുമതയ യദ്വാഞ്ഛയാ കൃഷ്ണം വിസൃജന്തി, മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ ആശ്രയിക്കുന്നു. ഹേ വിഭോ സർവവ്യാപിൻ, തേഷാം ഭവതഃ സമാജഃ സമുചിതഃ. തേഷാം, അങ്ങനെയുള്ളവർക്ക്, അങ്ങയെ തന്നെ ആശ്രയിക്കുന്നതായിട്ടുള്ളവർക്ക്, ഭവതഃ സമാജഃ, ഭഗവാനുമായിട്ടുള്ള സമാജം എന്ന് പറഞ്ഞാൽ സംയോഗം, അങ്ങയുടെ സംബന്ധം, അങ്ങയുമായിട്ടുള്ള സാമീപ്യം, ചേർച്ച എന്നൊക്കെ അർത്ഥമാണ് സമാജം എന്ന ശബ്ദത്തിന്. അപ്പൊ അങ്ങയുമായിട്ടുള്ള സംബന്ധം തേഷാം സമുചിതഃ, അത്യുത്തമമാകുന്നു, യോഗ്യമായിട്ടുള്ളതാകുന്നു. അപ്പൊ എല്ലാവരും വിവേകമുള്ളവരെല്ലാം അങ്ങയെ ഭജിക്കുന്നു. രതയോഹോ സുഖദുഃഖിനോഹോ പുംസഃ സ്ത്രീയാഹ ച ന. ഇവിടെ അല്ലാതെ രതിക്ക് വേണ്ടി പരസ്പരം ചേരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അവർ സുഖവും ദുഃഖവും അനുഭവിക്കുന്നവരായി ഭവിക്കുന്നു. അവർക്ക് ആനന്ദസ്വരൂപനായ അങ്ങയെ ലഭിക്കുന്നില്ല. അപ്പോ അല്പന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ ഭരിക്കുന്ന സ്ത്രീകൾക്ക് എന്ത് ലഭിക്കുന്നു? സുഖദുഃഖങ്ങൾ മാറി മാറി ലഭിക്കുന്നു. അല്പകാലം കഴിയുമ്പോൾ അവര് സ്ഥലം വിടുന്നു, അല്ലേ? രതിക്ക് വേണ്ടിയിട്ടാണ് ഒരു കല്യാണം കഴിച്ചത്, ഭർത്താവിനെ സ്വീകരിച്ചത്. പക്ഷെ ആ ഭർത്താവ് എത്ര കാലം രതി കൊടുക്കും, എത്ര കാലം സന്തോഷം കൊടുക്കും? ചിലപ്പോ അതിനേക്കാൾ എത്രയോ ഇരട്ടി ദുഃഖം കൊടുക്കും. അപ്പൊ അല്പസുഖത്തിന് വേണ്ടി എത്ര ദുഃഖം വഹിക്കണം, എത്ര ദുഃഖം ചുമക്കണം? പരസ്പരം പുരുഷന്മാരും സ്ത്രീകളിൽ നിന്ന് സുഖത്തിന് വേണ്ടി സ്ത്രീകളെ ഭജിക്കുന്നു, അഥവാ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. പക്ഷേ ചിലപ്പോ എന്താ പറയുക, അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാരമായി മാറുന്നത്. അവരുടെ എല്ലാ സ്വൈരവും പോയി, എല്ലാ സ്വാതന്ത്ര്യവും പോയി, എപ്പോഴും ടെൻഷൻ മാത്രം കൊടുക്കുന്ന ഭാര്യമാരായിരിക്കാം, ഇരിക്കപ്പൊറുതി കൊടുക്കാത്ത ഭാര്യമാര്. അപ്പൊ സുഖദുഃഖം, അല്പസുഖവും അനേക ദുഃഖവുമാണ് പരസ്പരം ലൗകികരായിട്ടുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ലൗകികനെ, ശിശുപാലാദികളെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് ഈ പറഞ്ഞ അല്പസുഖവും അനേക ദുഃഖവും. അത് കഴിഞ്ഞ് അവര് അല്പകാലം കഴിയുമ്പോൾ മരിച്ചും പോകും. അതുകൊണ്ട് അവരെ ഭജിക്കുന്നതല്ല ശ്രേഷ്ഠം, അങ്ങയെ തന്നെ ഭജിക്കുന്നതാണ്, ആനന്ദസ്വരൂപനായ അങ്ങയെ ഭജിക്കുന്നതാണ് ഉത്തമം. അത് സുമതികൾ കാണിച്ചു തരുന്നു, സജ്ജനങ്ങൾ മാതൃക കാണിച്ചു തരുന്നു. അപ്പോ എന്താ പറയുക, മഹാത്മാക്കൾ എല്ലാം അങ്ങയെ ഭജിക്കുന്നു. അത് കണ്ടിട്ട് തന്നെയാണ് ഞാനും അങ്ങയെ ഭജിച്ചത്. ഞാനൊരു ലൗകിക പുരുഷനെ അല്ല ആഗ്രഹിച്ചത്. എനിക്ക് ലൗകിക സുഖങ്ങൾ തരാൻ കഴിവുള്ള ഏതെങ്കിലും രാജാക്കന്മാരെ അല്ല ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക്
എന്നെന്നുമുള്ള ശാശ്വതമായിട്ടുള്ള ആനന്ദം നൽകുന്ന ഭഗവാനെയാണ് ഞാൻ ഭരിച്ചത്. അതുകൊണ്ട് ഇതിൽ യാതൊരു ദോഷവുമില്ല. നമ്മൾ തമ്മിൽ സമന്മാരല്ല എന്ന് അങ്ങ് പറഞ്ഞത് എനിക്ക് അതുകൊണ്ടൊരു വിരോധമില്ല എന്നാണ് പറഞ്ഞത്. ത്വം വൈ സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ യദ്വാഞ്ഛയാ സുമതയോ വിസൃജന്തി കൃഷ്ണം തേഷാം വിഭോ സമുചിതോ ഭവതഃ സമാജഃ പുംസസ്ത്രിയാശ്ചരതയോഃ സുഖദുഃഖിനോർന്ന ത്വം ന്യസ്തദണ്ഡമുനിഭിർഗദിതാനുഭാവഃ ആത്മാത്മദശ്ച ജഗതാം ഇതി മേ വൃതോസി ഹിത്വാ ഭവദ്ബ്രുവ ഉദീരിതകാലവേഗദുസ്താശിഷോ അബ്ജഭവനാകപതീൻ കുതോന്യേ ത്വം ന്യസ്തദണ്ഡമുനിഭിർഗദിതാനുഭാവഃ ആത്മാത്മദശ്ച ജഗതാം ഇതി മേ വൃതോസി ഹിത്വാ ഭവദ്ബ്രുവ ഉദീരിതകാലവേഗദുസ്താശിഷോബ്ജഭവനാകപതീൻ കുതോന്യേ. അപ്പോ ഏതൊക്കെയോ താടിക്കാർ വന്ന് എന്നെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞപ്പോൾ നീയെ തെറ്റിദ്ധരിച്ച് വലയിൽ വീണു എന്നാണ് ഭഗവാൻ പറഞ്ഞത് അല്ലേ? ഭിക്ഷുഭി ശ്ലാഘിതാമുഖ. വെറുതെ പറഞ്ഞു അവര്, വ്യർത്ഥമായ വാക്കുകളാണ് അവരെല്ലാം എന്നെക്കുറിച്ച് പറഞ്ഞത്, വാസ്തവത്തിലുള്ളതല്ല എന്ന് പറഞ്ഞതിന് മറുപടി കൊടുക്കുകയാണ്. ന്യസ്തദണ്ഡമുനിഭിഃ ഗദിതാനുഭാവഃ ജഗതാം ആത്മാ ആത്മദഃ ത്വം ന്യസ്തദണ്ഡമുനിഭിഃ ഗദിതാനുഭാവഃ ത്വം. അങ്ങ് ന്യസ്തദണ്ഡം എന്ന് പറഞ്ഞാൽ ദണ്ഡം ന്യസിച്ചവർ, ഹിംസ ഉപേക്ഷിച്ചവർ, അഹിംസാവ്രതന്മാരായിരിക്കുന്നവർ, പരപീഡനം ചെയ്യാത്തവർ, അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതദ് വ്രതം മമ എന്ന് ആർക്കും എന്നിൽ നിന്ന് ഒരു തരത്തിലുള്ള പീഡയും ഭയവും ഉണ്ടാവില്ല എന്ന് വ്രതമെടുത്തിട്ടുള്ളവർ, അങ്ങനെയുള്ള മുനികളാൽ അന്തർമുഖന്മാരാൽ ഈശ്വരനെ ഭജിക്കുന്നവരാൽ ഗദിത അനുഭാവ, അങ്ങയുടെ അനുഭാവം, അങ്ങയുടെ മാഹാത്മ്യം ഗദിതം നന്നായി പറയപ്പെട്ടു. അപ്പോ ആരാ അങ്ങയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്? സ്വാർത്ഥരായിട്ടുള്ളവരല്ല, പരപീഡ ചെയ്യുന്നവരല്ല, പരന്മാർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഈ മുനികൾ, ന്യസ്തദണ്ഡ മുനികൾ. അപ്പോ സാധുക്കളായിട്ടുള്ള മഹാത്മാക്കൾ മറ്റുള്ളവർക്കും ക്ഷേമമുണ്ടാവണം, അവരനുഭവിക്കുന്ന ആനന്ദം ബാക്കിയുള്ളവർക്കും കൂടി കിട്ടണം, അവരാശ്രയിച്ചിരിക്കുന്ന ഭഗവാനെ ബാക്കിയുള്ളവരും കൂടി ആശ്രയിക്കണം എന്ന് കരുതിയിട്ടാണ് ഭഗവാന്റെ മാഹാത്മ്യം അവർ പറയുന്നത്. അല്ലാതെ അതൊന്നും വെറുതെയല്ല. അവർ വെറും വാക്ക് പറയുന്നവരല്ല, അവര് ലോകഹിതം ചെയ്യുന്നവരാണ്, ലോകസംഗ്രഹത്തിനായി ജീവിക്കുന്നവരാണ്, സാധുക്കളാണവർ. അപ്പോ അവര് അങ്ങയെക്കുറിച്ച് അനുഭാവം ഗദിതം, അത് വാസ്തവമാണ്. കാരണം അവർ സത്യസന്ധന്മാരാണ്, മറ്റുള്ളവരോട് കാരുണ്യമുള്ള, അനുകമ്പയുള്ള, കരുതലുള്ള, അവർക്ക് ആനന്ദം ലഭിക്കണം, എല്ലാവരും സുഖികളായി തീരണം. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എന്ന് എപ്പോഴും സങ്കല്പിക്കുന്ന, പ്രാർത്ഥിക്കുന്ന മഹാനുഭാവന്മാരാണ് ഈ ന്യസ്തദണ്ഡ മുനികൾ. അവർ പറയുന്ന വാക്കൊരിക്കലും മുധാ എന്ന് പറയരുതങ്ങ്, വെറുതെ അല്ല. ഇപ്പോ ത്വം ന്യസ്തദണ്ഡമുനിഭിർഗദിതാനുഭാവഃ, അങ്ങ് ആരാണ്? ജഗദാമാത്മാ, ലോകത്തിന്റെ മുഴുവൻ ആത്മാവാകുന്നു അങ്ങ്. ആത്മദശ്ച, തന്നെ തന്നെ കൊടുക്കുന്നവനുമാകുന്നു. അങ്ങ് ആനന്ദസ്വരൂപനാണ്. ആ ആനന്ദസ്വരൂപനായ അങ്ങ് തന്നെ ഭജിക്കുന്നവർക്ക് തന്നെ തന്നെ ആനന്ദത്തെ തന്നെ കൊടുക്കുന്നവനുമാണ്. ആത്മദശ്ച, അങ്ങനെയുള്ള അങ്ങയെ അറിഞ്ഞിട്ടാണ്
ആ മഹാത്മാക്കൾ അങ്ങയുടെ അനുഭാവം ഗതനം ചെയ്തത്. ഭവദ്ബ്രുവഃ ഉദീരിതകാലവേഗദുസ്താശിഷഃ അബ്ജഭവ നാഗപതീൻ അന്യേ കുതഃ ഹിത്വാ മേ വൃതഃ അസി. അപ്പോ ഭവദ്ബ്രുവഃ ഉദീരിതകാലവേഗദുസ്താശിഷഃ. ഭവദ്ബ്രുവഃ അങ്ങയുടെ പുരികത്തിന്റെ ചലനം, അങ്ങൊന്ന് പുരിക ഒന്ന് ഇളക്കിയാൽ ആ പുരികത്തിന്റെ ചലനം കാലമാണ്. ദിനരാത്രങ്ങളും സംവത്സരങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് സൃഷ്ടിയും പ്രളയവുമൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങയുടെ പുരികത്തിന്റെ ചലനം കൊണ്ടാണ്. അതാണ് ഭവദ്ബ്രുവഃ ഉദീരിത കാലവേഗദ്വസ്താശിഷഃ. അങ്ങയുടെ പുരികമൊന്ന് ചലിച്ചാൽ അതിനാൽ പ്രേരിപ്പിക്കപ്പെട്ട കാലത്താൽ ഭഗവാൻ പുരികം വളയ്ക്കുന്നത് എന്തിനാ? കാലത്തെ ഭയപ്പെടുത്താൻ, കാലത്തെ ഓടിക്കാൻ, കാലത്തെ പ്രവർത്തിപ്പിക്കാൻ. ഭീഷാസ്മാദ് വാദഃ പവതേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാദഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർദാവതി പഞ്ചമ ഇതി. ആ കാറ്റ് വീശുന്നതും സൂര്യൻ ഉദിക്കുന്നതും അഗ്നി ചൂടുള്ളതായിരിക്കുന്നതും ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നതും ഒക്കെ ഭഗവാന്റെ ഈ പുരികക്കൊടിയുടെ ചലനം കാണുമ്പോഴാണ്. ഭഗവാൻ ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് വളഞ്ഞു നോക്കിയാൽ മതി, പേടിച്ചോടും ഓരോരുത്തരും അവരവരുടെ പണി ചെയ്യും. അപ്പൊ കാലൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. മൃത്യുർധാവതി പഞ്ചമഃ. അഞ്ചാമനായി പറഞ്ഞ മൃത്യു ഓടിക്കൊണ്ട് അവന്റെ പണിയെടുക്കുന്നു. ആരെ ഭയന്ന്? ഭീഷാസ്മാദ്, ഇവനെ ഭയന്നുകൊണ്ട്. അപ്പൊ അവന്റെ ആ പുരികക്കൊടി കാലനെ ഓടിക്കുന്ന എന്താ പറയുക സൂചനയാണ്. ഓടിക്കോ എന്ന് കാലനെ പ്രേരിപ്പിക്കുന്നതാണ് ഭഗവാന്റെ പുരികക്കൊടി. അതാണ് ഭവദ്ബ്രുവഃ ഉദീരിത കാലവേഗ. അങ്ങനെയുള്ള കാലന്റെ ശക്തി, വേഗം. അതുകൊണ്ട് ദ്വസ്താശിഷഃ, നശിപ്പിക്കപ്പെടുന്ന ധ്വംസിക്കപ്പെടുന്ന ആശിസ്സുകളോട് കൂടിയവരാണ് ആര്? ബ്രഹ്മാദികൾ പോലും. അബ്ജഭവ നാഗപതി. അബ്ജഭവൻ താമരയിൽ ഭവിച്ചവൻ ബ്രഹ്മദേവൻ, ഒരു ബ്രഹ്മാണ്ടത്തിന്റെ മുഴുവൻ അധിപതിയാണ്. നാഗപതി എന്ന് പറഞ്ഞാൽ നാഗം സ്വർഗം, സ്വർഗപതിയായ ഇന്ദ്രൻ. അപ്പൊ ബ്രഹ്മാവ്, ഇന്ദ്രൻ മുതലായവര് ഭഗവാന്റെ പുരികക്കൊടിയുടെ ചലനം കൊണ്ട് വീണുപോകുന്നവരാണ്. എന്നുവെച്ചാൽ കാലവേഗം കൊണ്ട് അവരുടെ കാലം എന്താ പറയുമ്പോഴേക്കും കഴിഞ്ഞു പോകും. ഒരു ബ്രഹ്മാവിന്റെ ആയുസ് ദ്വിപരാർദ്ധകാലം ഭഗവാന്റെ പുരികക്കൊടിയുടെ ചലനം കൊണ്ട് കഴിഞ്ഞു പോകും. ദേവന്മാരുടെ കാലം ഒരു മന്വന്തര കാലമാണ്. അതിന് എത്രയോ വേഗം മുമ്പേ കഴിഞ്ഞു പോകും. അപ്പോൾ ഏതൊരു ഭഗവാന്റെ പുരികക്കൊടിയുടെ ചലനം കൊണ്ട് പ്രേരിതനായ കാലത്തിനാൽ ബാധിക്കപ്പെട്ട് നശിപ്പിക്കപ്പെടുന്ന സ്ഥാനവും ആയുസ്സോടും കൂടിയവരാകുന്നുവോ ബ്രഹ്മാവും ഇന്ദ്രനും. അപ്പൊ അവരെയാണോ ഞാൻ ഭജിക്കേണ്ടത്? അപ്പൊ പിന്നെ അവര് അന്യേ കുതഃ, ഇവരുടെ കാര്യേ പോക്കാണ്. അപ്പൊ പിന്നെ ശിശുപാലാദി അന്യേ, ശിശുപാലൻ മുതലായിട്ടുള്ള അന്യരെ ഞാൻ എങ്ങനെ ഭജിക്കും? അതുകൊണ്ട് അവരെ ഹിത്വാ, എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് മേ വൃതഃ അസി, മയാ വൃതഃ അസി, എന്നാൽ അങ്ങ് വരിക്കപ്പെട്ടു. അപ്പൊ വെറുതെ ഭിക്ഷുക്കൾ വന്ന് വിഡ്ഢിത്തരമൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞതൊക്കെ കാര്യമായിട്ടുള്ളതാണ്. അങ്ങയുടെ മാഹാത്മ്യമാണ് അവർ പറഞ്ഞത്. അങ്ങാണ് ഈ ജഗത്തിന്റെ മുഴുവൻ ആത്മാ. അങ്ങ് അങ്ങയെ തന്നെ നൽകുന്ന ഉദാരമതിയാണ്. ആത്മതഃ, ആത്മാവിനെ തന്നെ നൽകുന്നവനാണ്. അല്ലേ നാരായണീയകാരൻ പറഞ്ഞ പോലെ. നമ്രാണാം സന്നിധത്സേ സതതമപി തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികബല പാരിജാതോ
ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. വിവരമില്ലാത്ത ഒരു പാരിജാതത്തിന്റെ പുറകെയൊക്കെ പൊക്കോട്ടെ, ഞങ്ങൾ വിവരമുള്ളവർ അങ്ങയെ തന്നെയാണ് ഭജിക്കുന്നത്. ഏതേതാവദ്വയം തു സ്ഥിരതര മനസാ വിശ്വപീഡാബഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. അതേ ആശയം തന്നെയാണ്, ആശയം ഒന്നു തന്നെ. അവിടെ ഗുരുവായൂരപ്പനെ മേൽപ്പത്തൂര് ഏകാന്ത ഭക്തിയോട് ആശ്രയിക്കുന്നു. ഇവിടെ രുക്മിണീ ദേവി സാക്ഷാൽ കൃഷ്ണ ഭഗവാനെ ആശ്രയിക്കുന്നു. ബാക്കി ആരും ആശ്രയിക്കാൻ യോഗ്യരല്ല. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം, ഭഗവാന്റെ ആ വാക്കുകൾ. അപ്പൊ ഭഗവാന്റെ പുരികങ്ങളുടെ ചലനം കാലസ്വരൂപമാകുന്നു. അത് ഇന്ദ്രൻ ബ്രഹ്മാവ് മുതലായവരുടെ സ്ഥാനങ്ങളെ പോലും തെറിപ്പിക്കുന്നതാണ്. അപ്പൊ പിന്നെ അവരെ പോലും ഞാൻ ഭജിക്കുന്നില്ല. അപ്പൊ പിന്നെ ശിശുപാലാദികളുടെ കാര്യം പറയേണ്ടതുണ്ടോ? അപ്പോ എന്നെക്കുറിച്ച് അങ്ങ് ദീർഘാലോചനയില്ലാത്തവൾ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ എങ്ങനെയുണ്ട് അല്ലേ? അജ്ഞാനിയാണ്, വിവരമില്ല, ദീർഘാലോചനയില്ല. തിരിച്ചടിച്ചു. അപ്പോ വളരെ നല്ല രീതിയിലാണ് ദേവി എല്ലാം പറഞ്ഞത്. നല്ല ദീർഘാലോചനയോട് കൂടിയിട്ടാണ് ഞാൻ അങ്ങയെ തന്നെ ഭജിച്ചത്. എനിക്ക് വിവരമില്ല എന്നോ? അത് ശരിയല്ല. ഇനിയും അങ്ങ് പറഞ്ഞതിൽ ദോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറവുകളുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജാഡ്യം വജസ്തവഗതാഗ്രജ യസ്തു ഭൂപാൻ വിദ്രാവ്യ ശാർംഗനിനദേന ജഹർത്തമാം ത്വം സിംഹോ യദാ സ്വബലിമീശ പശൂൻ സ്വഭാഗം തേഭ്യോ ഭയാത് യദുദധിം ശരണം പ്രപന്നഃ. ജാഡ്യം വജസ്തവഗതാഗ്രജ യസ്തു ഭൂപാൻ വിദ്രാവ്യ ശാർംഗനിനദേന ജഹർത്തമാം ത്വം സിംഹോ യദാ സ്വബലിമീശ പശൂൻ സ്വഭാഗം തേഭ്യോ ഭയാത് യദുദധിം ശരണം പ്രപന്നഃ. അപ്പൊ എനിക്ക് വിവരമില്ല അല്ലേ? ഞാൻ പറയുന്നു അങ്ങേക്ക് വിവരമില്ല എന്ന്. അങ്ങ് പറയുന്നത് വിഡ്ഢിത്തരമാണ്. ജാഡ്യം വചഃ തവ ഹേ ഗദാഗ്രജ, അല്ലയോ ഗദന്റെ ജ്യേഷ്ഠ, തവ വചഃ ജാഡ്യം, അങ്ങയുടെ വാക്കാണ് ജാഡ്യമായിരിക്കുന്നത്. ജഡം എന്ന് പറഞ്ഞാൽ ഒട്ടും അജ്ഞാനത്തിൽ നിന്ന് ഭവിച്ചത്. അജ്ഞാനം കൊണ്ട് പറഞ്ഞത് അങ്ങാണ് വാസ്തവത്തില്. എന്താ യഹതു, ഏതൊരു അങ്ങാണോ അങ്ങയുടെ തന്നെ ശാർംഗനിനദേന, ശാർംഗം എന്നുള്ള വെല്ലിന്റെ ആ ഞാണൊലി ശബ്ദം കൊണ്ട്, അതിന്റെ നിനദം കൊണ്ട് ഭൂപാൻ വിദ്രാവ്യ, രാജാക്കന്മാരെയൊക്കെ ഓടിച്ചു വിട്ടിട്ട് മാം ജഹർത്ത, എന്നെ ഹരിച്ചു അങ്ങ്. ത്വം മാം ജഹർത്ത, അങ്ങ് എന്നെ ഹരിച്ചെടുത്തു. അപ്പൊ അങ്ങയുടെ ശാർംഗ നിനദം കൊണ്ട് തന്നെ മറ്റ് രാജാക്കന്മാരെല്ലാം പേടിച്ചോടിക്കളഞ്ഞു. അതാണ് യഹതു ഭൂപാൻ വിദ്രാവ്യ ശാർംഗനിനദേന ജഹർത്തമാം ത്വം. ഏതുപോലെ സിംഹോ യഥാ സ്വബലിം പശൂൻ സ്വഭാഗം. അപ്പോ എങ്ങനെയാണോ ഒരു സിംഹം, സിംഹം വന്നു കഴിഞ്ഞാൽ, ഗർജിച്ചു കഴിഞ്ഞാൽ ചെന്നായ്ക്കളും കുറുക്കനും ഒക്കെ സിംഹത്തിന്റെ ഭാഗത്തെ, സിംഹത്തിനുള്ള അന്നത്തെ വിട്ട് ഓടിപ്പോകും. അപ്പൊ അതാണ് സിംഹോയത, സിംഹം വന്ന് മറ്റു പശുക്കളെ ഓടിക്കുന്നത് പോലെ, മറ്റു ജന്തുക്കളെയെല്ലാം ഓടിക്കുന്നത് പോലെ അങ്ങ് ഈ രാജാക്കന്മാരെയെല്ലാം ഓടിച്ച് അവരുടെ പിടിയിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് അങ്ങ് സ്വന്തമാക്കി.
ഒരു മാനിനെ കുറച്ച് കുറുക്കന്മാരോ കഴുതപ്പുലികളോ ഓടിക്കുമ്പോൾ അവിടേക്ക് ഒരു സിംഹം ചാടി വീണ് കഴിഞ്ഞാലോ അവർ ഭയന്ന് മാനിനെ വിട്ടേച്ച് അവരുടെ പ്രാണനും കൊണ്ടുപോകും. അപ്പോൾ അത് ആർക്കുള്ളതാണ്? പിന്നെ സിംഹം പിടിക്കും ആ മാനിനെ. ഇത് തനിക്കുള്ളതാണ്. അപ്പൊ ഇതുപോലെ ആ പശുക്കളെ സിംഹം ഓടിച്ച് തൻ്റെ ഭാഗം സ്വന്തമാക്കുന്നത് പോലെ സ്വബലിം സ്വഭാഗം എങ്ങനെയാണോ സ്വന്തമാക്കുന്നത് യഥാ അതുപോലെയാണ് അങ്ങയുടെ പരാക്രമം കാണിച്ച് അങ്ങയുടെ ഗാംഭീര്യം കാണിച്ച് മറ്റ് ശത്രുക്കളെയൊക്കെ പേടിപ്പിച്ച് ഓടിച്ച് എന്നെ സ്വന്തമാക്കിയത്. അങ്ങനെയുള്ള അങ്ങ് ഈ ഭീരുക്കളായി അങ്ങയുടെ ശാർംഗനിനദത്തിൽ ഓടിപ്പോയ ഭയപ്പെട്ടു പോയതായിട്ടുള്ള ആളുകളെ ഭയന്ന് സമുദ്രമധ്യത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന അങ്ങയുടെ വാക്കുണ്ടല്ലോ, ജാഡ്യം. അതാണ് തേഭ്യോ ഭയാത് യത് ഉദതിം ശരണം പ്രപന്നഃ. തേഭ്യ ഭൂപേഭ്യ ആ രാജാക്കന്മാരിൽ നിന്ന് ഭയാത് അവരെ ഭയപ്പെട്ടുകൊണ്ട് യത് അങ്ങ് ഉദതിം ശരണം പ്രപന്നഃ സമുദ്രത്തെ ശരണം പ്രാപിച്ചു എന്നൊക്കെ അങ്ങൊരു അല്ലേ ജാഡ്യം വച. അങ്ങ് എന്തൊരു വിടലാണ് വിടുന്നത് എന്നാണ് ഇന്നത്തെ ഭാഷയിൽ അല്ലേ. എന്തൊക്കെ ജാഡ്യവചസ്സുകളാണ് അങ്ങ് പറഞ്ഞത്. അപ്പൊ അങ്ങയുടെ വാക്ക് ജാഡ്യമാണ്, യോജിച്ചതല്ല, വിവേകപൂർവമായിട്ടുള്ളതല്ല. അങ്ങ് ശക്തനാണ്. അങ്ങയുടെ വില്ലിന്റെ ഞാണൊലി കേട്ടാൽ തന്നെ പായുന്നവരാണ് ഈ ഭീരുക്കൾ. അവരെ ഭയന്നിട്ട് അങ്ങ് സമുദ്രമധ്യത്തിൽ പോയിരിക്കുക. വിശ്വസിച്ചു അല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ പറയുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടിപ്പറഞ്ഞാൽ, എക്സാജറേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർ ഉടനെ തിരിച്ചിങ്ങോട്ട് പറയും. അവർ പല പുതിയ ടെർമിനോളജികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ കളിയാക്കാൻ വേണ്ടി. വിശ്വസിച്ചു എന്ന് പറയും. ഇതൊക്കെ രുക്മിണി അന്നേ പറഞ്ഞിട്ടുണ്ട് പറയാം. അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു കേട്ടോ എന്ന്. അപ്പോ എനിക്കല്ല വിവരക്കേട്, അങ്ങാണ് വിഡ്ഢിത്തരം പറയുന്നത്. ജാഡ്യം വജസ്തവ ഗദാഗ്രജ യസ്തു ഭൂപാൻ വിദ്രാവ്യ ശാർംഗനിനദേന ജഹർത്തമാം ത്വം സിംഹോ യഥാ സ്വബലിമീശ പശൂൻ സ്വഭാഗം തേഭ്യോ ഭയാത് യദുദതിം ശരണം പ്രപന്നഃ യദ്വാഞ്ഛയാ നൃപശിഖാമണയൊംഗവൈന്യജായന്തനാഹുഷകയാദയ ഐകപത്യം രാജ്യം വിസൃജ്യ വിവിശുർവനമംബുജാക്ഷ സീദന്തി തേനു പദവീം ത ഇഹാസ്ഥിതാക്യം. യദ്വാഞ്ഛയാ നൃപശിഖാമണയൊംഗവൈന്യജായന്തനാഹുഷഗയാദയ ഐകപത്യം രാജ്യം വിസൃജ്യ വിവിശുർവനമംബുജാക്ഷ സീദന്തി തേനു പദവീം തൈഹാസ്ഥിതാകിം. തേ അനുപദവീം ആസ്ഥിതാഹ സീദന്തി കിം. ഭഗവാൻ പറഞ്ഞില്ലേ, എന്റെ പുറകെ വന്ന ആ സ്ത്രീകള് വിഷമിക്കും, തളരും, അവർക്ക് നാശമേ ഉണ്ടാവുള്ളൂ, അവർ പീഡിതരായി തീരും. സീദന്തി. അപ്പോ എന്തിനാ എന്നെ വെറുതെ ഭജിച്ചത്, ഇങ്ങനെ കഷ്ടപ്പെടാനോ എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു അല്ലേ. എന്നെ ഭജിക്കുന്ന സ്ത്രീകൾ ക്ലേശം പ്രാപിക്കുന്നു. അതിന് തിരിച്ചു ചോദിക്കുകയാണ്, തേ അനുപദവീമാസ്തിദാഹ ഇത ഇഹ സീദന്തിക്കും. അങ്ങയുടെ പദവിയുടെ പുറകെ, അങ്ങയുടെ സ്ഥാനം, അങ്ങയുടെ മാർഗത്തിന്റെ പുറകെ വരുന്നവർ ഇവിടെ തളരുന്നുവോ, ഇവിടെ ക്ഷീണിക്കുന്നുവോ, ഇവിടെ പീഡിക്കപ്പെടുന്നുവോ, അവർക്ക് ക്ലേശമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇത് നോക്കൂത, ദൃഷ്ടാന്തം നോക്കൂ. ആരൊക്കെയാ അങ്ങയുടെ പുറകെ വന്നിരിക്കുന്നത്? മഹാരാജാക്കന്മാർ. എങ്ങനെയാ വന്നത്? അവർ മറ്റ് ലൗകികർ വിചാരിക്കുന്ന
സുഖസ്ഥാനങ്ങളായ വസ്തുക്കളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മളെപ്പോലെ ലൗകികരായിട്ടുള്ള ആളുകളൊക്കെ എപ്പോഴും വിചാരിക്കുന്നത്, അയ്യോ ആ മഹാരാജാവിൻ്റെ ഒരു ഭാഗ്യം, അദ്ദേഹത്തിന് കിട്ടിയതൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എത്ര സുഖമായിട്ടിരിക്കായിരുന്നു എന്നൊക്കെ വിചാരിക്കുകയാണ്. വാസ്തവത്തിൽ അവരെന്താ ചെയ്യുന്നത്? അതിലൊന്നും സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഭഗവാന്റെ പുറകെ പോകുന്നു. എന്നിട്ട് അവർക്ക് ക്ഷീണമുണ്ടായോ? അവർ ദുഃഖിച്ചുവോ? അവർ ക്ലേശിച്ചുവോ? ഇല്ലല്ലോ. അങ്ങയുടെ പുറകെ വന്ന മഹാരാജാക്കന്മാരാരും തന്നെ ക്ലേശിച്ചിട്ടില്ല. അങ്ങ് സമ്മതിക്കുവോ അവരൊക്കെ ക്ലേശിക്കുന്നു എന്ന്? എന്നാ പിന്നെ ഈ ആധ്യാത്മിക മാർഗമേ അല്ലേ അതോടുകൂടി കഴിഞ്ഞു. എല്ലാവരും ശുക്രാചാര്യരുടെ ശിഷ്യന്മാരായി തീരാം. അപ്പൊ ഇവിടെ ശുക്രാചാര്യർക്കല്ല കൂടുതൽ ശിഷ്യന്മാർ, ആധ്യാത്മിക മാർഗം ഉപദേശിക്കുന്ന ഋഷീശ്വരന്മാർക്കാണ് അനാദികാലമായിട്ടിവിടെ ബഹുഭൂരിപക്ഷം ആളുകളും ശിഷ്യന്മാരായി പുറകെ പോകുന്നത്. അവർ പറയുന്നതാണ് അനുസരിക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, യദ്വാൻശയാ നൃപശിഖാമണയഃ അംഗവൈന്യ ജായന്ത നാഹുഷ ഗയാദയഃ ഐകപത്യം രാജ്യം വിസൃജ്യ വനം വിവിശുഹു. ഹേ അംബുജാക്ഷ, അല്ലയോ താമരക്കണ്ണ, യദ്വാൻശയ, ഏതൊന്നിനെ ആഗ്രഹിച്ചുകൊണ്ട്, ഏതൊരുവന്റെ പുറകെ, ഏതൊരുവനെ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്. ഇപ്പൊ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടി നൃപശിഖാമണയ, രാജാക്കന്മാരിൽ വെച്ച് ശിഖാമണികളായിട്ടുള്ളവർ, ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ, ഉത്തമന്മാരായിട്ടുള്ളവർ, എത്രയോ കേമന്മാരായിട്ടുള്ള രാജശ്രേഷ്ഠന്മാർ, അവരാരൊക്കെ? അംഗ വൈന്യ ജായന്ത നാഹുഷ ഗയാദയ. അംഗൻ നമ്മുടെ ധ്രുവന്റെ വംശത്തിൽ പിറന്ന അംഗരാജാവ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് രാത്രിക്ക് രാത്രി ആരോടും പറയാതെ വനത്തിലേക്ക് പോയി അല്ലേ. വൈന്യൻ, അംഗന്റെ മകനാണ് വേനൻ, വേനന്റെ മകനാണ് വൈന്യൻ. ആരാണ്? പൃഥു. പൃഥു ചക്രവർത്തിയും തന്റെ മക്കളെ രാജ്യമേൽപ്പിച്ച് ദക്ഷിണയുമായിട്ട് അർച്ചിസുമായിട്ട് സ്ഥലം വിട്ടു, കാട്ടിലേക്ക് ചെന്നു. അതാണ് വൈന്യൻ. വൈന്യൻ എന്ന് പറഞ്ഞാൽ പൃഥു ചക്രവർത്തി. അതുപോലെ ജായന്തൻ. ജായന്തൻ എന്ന് പറഞ്ഞാല് ജയന്തന്റെ പുത്രൻ ജായന്തൻ. ആരാണത്? എവിടെ? പ്രിയവ്രതന്റെ പുത്രനാണ് ഋഷഭദേവന്റെ പുത്രനാണ് ജയന്തൻ. ഋഷഭൻ ജയന്തിയെ വിവാഹം കഴിച്ചു. അപ്പൊ ജായന്തനോട് ആരാണ്? ഭരതൻ. ഏത് ഭരതൻ? ഏതൊരു ഭരതന്റെ പിന്നാലെയാണോ ഭാരതം എന്ന പേര് ഈ ഭൂമിക്ക്, ഭാരതഭൂമിക്ക് വന്നത്, ആ ഭരതൻ, ജഡഭരതനായ ഭരതൻ, ആ ജഡഭരതന്റെ പൂർവ്വ ഇതാണ് ജായന്തൻ, ഋഷഭന്റെ പുത്രൻ. ഋഷഭന്റെ ഭാര്യ ജയന്തി, ജയന്തിയുടെ മകൻ ജായന്തൻ. അപ്പോ ജായന്തൻ. അതുപോലെ നാഹുഷൻ എന്ന് പറഞ്ഞാൽ നഹുഷന്റെ പുത്രൻ യയാതി, നഹുഷപുത്രനായിട്ടുള്ള യയാതി. അതുപോലെ ഗയൻ. ഗയൻ എന്നുള്ളത് നമ്മുടെ ഭരതന്റെ വംശത്തിൽ തന്നെ പിന്നീട് വരുന്നതായിട്ടുള്ള ആളാണ് ഗയൻ. പഞ്ചമസ്കന്ധത്തില് അവസാനം പറയുന്നത് ഗയൻ എന്ന രാജാവിനെ ഭഗവാന്റെ അംശാവതാരമായിട്ട് തന്നെ പറയുന്നു, 15-ാം അധ്യായത്തിലുണ്ട്. അതോടുകൂടിയിട്ടാണ് വംശ പരമ്പര വർണ്ണന തീർത്ത് പിന്നെ ഭൂഗോള വർണ്ണനയിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഗയനെ പോലൊരു രാജാവ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവൂല്ല എന്നൊക്കെ പറയേണ്ട അവിടെ. അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു രാജാവായിരുന്നു ഭരതവംശത്തിൽ, പ്രിയവ്രത വംശത്തിൽ വന്ന ആ ഗയൻ. അപ്പൊ അങ്ങനെയുള്ള എത്രയോ മഹാരാജാക്കന്മാർ, കൊടികെട്ടിപ്പറന്നവർ അല്ലേ,
ലോക ചക്രവർത്തിമാരായി വിരാജിച്ചവർ, അങ്ങനെയുള്ളവർ, അങ്കൻ, വൈന്യൻ, ജായന്തൻ, നാഹുഷൻ, ഗയൻ മുതലായിട്ടുള്ള എത്രയോ രാജാക്കന്മാർ ഐകപത്യം രാജ്യം വിസൃജ്യ. ഐകപത്യം രാജ്യം എന്ന് പറഞ്ഞാൽ ഏകപതി ഉള്ള ഭാവമാണ് ഐകപത്യം. ഈ രാജ്യത്തിന് വേറൊരാള് ചോദ്യം ചെയ്യാനില്ല, വേറൊരാള് എതിരായിട്ടില്ല, പ്രതിപക്ഷമില്ല. ഏകപതി ഭാവം, ഒറ്റ രാജാവേ ഉള്ളൂ, ഒറ്റ നിയന്താവേ ഉള്ളൂ. അങ്ങനെയുള്ള എന്താ പറയുക, ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമുണ്ടായിരുന്ന രാജാക്കന്മാര് അവരുടെ രാജ്യത്തെ വിസൃജ്യ ഉപേക്ഷിച്ച് വനം വിവിശുഹു, വനത്തെ പ്രവേശിച്ചു. എന്നിട്ട് തേ പദവീമാസ്ഥിതാഹ, അങ്ങയുടെ പദവിയെ പ്രാപിച്ചു. അങ്ങനെയുള്ള അവരൊക്കെ ഇഹ സീതന്തിക്കും, ഇവരെ തളരുന്നുണ്ടോ, അവർക്ക് ക്ഷീണമുണ്ടോ, അവരൊക്കെ നഷ്ടക്കച്ചവടമായോ, അവർക്ക് ക്ലേശമാണോ ഉണ്ടായത്? ഉണ്ടെങ്കിൽ പറയൂ, എന്നാ പിന്നെ ഞങ്ങളും ആ വഴിക്ക് പോകാതിരിക്കാം, അല്ലേ? അപ്പൊ രുക്മിണി വളരെ ബുദ്ധിപരമായിട്ടാണ് ഓരോന്നും ഓർത്തോർത്തെടുത്ത് വാദിക്കുന്നത് ഭഗവാനോട്. അപ്പോൾ എന്നെ ഭജിക്കുന്ന സ്ത്രീകൾക്ക് ക്ലേശമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ആ ഒരു വാദത്തെ ഖണ്ഡിച്ചു. അവർക്ക് ക്ലേശമല്ല, ശാശ്വതമായ ആനന്ദമാണ്. അവർക്കിനി പുനർജന്മമില്ല. നസ പുനരാവർത്തതേ, നസ പുനരാവർത്തതേ എന്ന് ഉപനിഷത്ത് പറയുന്ന അവൻ വീണ്ടും ജനിക്കുന്നില്ല എന്നുള്ള പദവിയാണ് അവർ പ്രാപിക്കുന്നത്. അപ്പൊ അവർക്ക് വീണ്ടും നരകങ്ങളിലൊക്കെ പോയി പല യോനികളിൽ വന്ന് ജനിച്ച് സംസാരം അനുഭവിക്കണോ? സംസാരത്തിലേക്ക് വരലാണ് സീതന്തി. അപ്പൊ ഒരിക്കലും അവര് സംസാരത്തിലേക്ക് പിന്നെ വന്നിട്ടില്ല. അവര് മുക്തരായി തീരുകയാണ് അങ്ങയുടെ പദവിയെ ആശ്രയിച്ചത് കൊണ്ടുണ്ടായത്. അതുകൊണ്ട് ഞാനും അങ്ങയുടെ പദവിയെ ആശ്രയിച്ചു. അതുകൊണ്ട് യുവതികൾ ക്ലേശത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞത് ജാഡ്യം, മുമ്പ് പറഞ്ഞ ജാഡ്യം ഇവിടേക്കും ബാധകമാണ്. വെറുതെ വിഡ്ഢിത്തരം പറയുക, ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുക, അത് സമ്മതമല്ല എന്ന് പറഞ്ഞ് അതിനെയും നിരാകരിച്ചു. യദ്വാഞ്ചയാ നൃപശിഖാമണയൊങ്ക വൈന്യജായന്ത നാഹുഷകയാദയ ഐകപത്യം രാജ്യം വിസൃജ്യ വിവിശുർവനമംബുജാക്ഷ സീദന്തി തേനു പദവീം തൈഹാസ്തിദാ കിം കാന്യം ശ്രയേത തവ പാദ സരോജഗന്ധമാഗ്രായ സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മ്യാലയം ത്വവിഗണയ്യ ഗുണാലയസ്യ മർത്യാ സദോരുഭയമർത്ഥ വിവിക്ത ദൃഷ്ടി കാന്യം ശ്രയേത തവ പാദ സരോജഗന്ധമാഗ്രായ സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മ്യാലയം ത്വവിഗണയ്യ ഗുണാലയസ്യ മർത്യാ സദോരുഭയമർത്ഥ വിവിക്ത ദൃഷ്ടി കാന്യം ശ്രയേത, വേറെ ആരെ ആശ്രയിക്കും? എന്ത് ചെയ്തിട്ട്? തവ പാദ സരോജഗന്ധമാഗ്രായ, അങ്ങയുടെ പാദകമലത്തിന്റെ ഗന്ധത്തെ മണത്തു കഴിഞ്ഞാൽ, അതിന്റെ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങയുടെ പാദകമലങ്ങളെ ആശ്രയിച്ച ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ, ഗന്ധമാഗ്രായ എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ എന്ന് താല്പര്യം. അപ്പോൾ അങ്ങയെ ആശ്രയിച്ചു കഴിഞ്ഞ ആ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞ, ആനന്ദം കിട്ടിക്കഴിഞ്ഞ ഒരു മർത്യൻ വേറെ ആരെ ആശ്രയിക്കും? കാ അന്യം ശ്രയേത, കാ എന്ന് പറഞ്ഞാൽ ഏതൊരുവൾ, ഏതൊരു സ്ത്രീ, അല്ലെങ്കിൽ കാ മർത്യ, ഏതൊരു മർത്യ. മർത്യ എന്നുള്ളത് പുല്ലിംഗം, മർത്യ എന്നിവിടെ ഉണ്ട്. അവസാനത്തെ വരിയിൽ മർത്യ സദാ ഉരുഭയം അർത്ഥവിവിക്ത ദൃഷ്ടി. അപ്പൊ മർത്യ എന്നുള്ളത് മനുഷ്യ സ്ത്രീ. ഏതൊരു നാരി, ഏതൊരു മനുഷ്യ സ്ത്രീ അന്യം ശ്രയേത, മറ്റൊരാളെ ആശ്രയിക്കും. അപ്പൊ ഭഗവാന്റെ പാദ കമലങ്ങളെ
ആശ്രയിക്കാത്തവർ, അതിൻ്റെ ഗന്ധം രുചിക്കാത്തവർ, അനുഭവിക്കാത്തവർ വേണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കും. അല്ലേ? ഇതിൻ്റെ ഒരു സുഖം കിട്ടാത്തവർ, ഇതിൻ്റെ ഒരു ഗന്ധം കിട്ടാത്തവർ, ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാത്തവർ, അവര് മറ്റ് പലതും ആശ്രയിക്കും. പക്ഷെ ഇതൊരിക്കൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയും പോകാൻ പറ്റില്ല. എങ്ങനെയാണോ വണ്ടുകൾ ഏതെങ്കിലും പ്രത്യേക പൂവിൻ്റെ ഗന്ധം അനുഭവിച്ച് അതിലെ തേൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ പുഷ്പത്തിലേക്ക് തന്നെ, എന്നുവെച്ചാൽ അതുപോലെയുള്ള മറ്റു പുഷ്പങ്ങൾ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും പൂക്കുമ്പോൾ അവിടേക്ക് തന്നെ എത്തും. അല്ലാതെ വല്ല വിഷപ്പൂക്കളിലും തേനില്ലാത്ത പൂക്കളിലൊന്നും അവർ പോവില്ല. കാരണം അവർ ഓൾറെഡി ഇതിൻ്റെ ഗന്ധവും ഇതിൻ്റെ മധുരവും നുകർന്നു കഴിഞ്ഞു. ഇനി അവർക്ക് വിഷപ്പൂക്കളൊന്നും വേണ്ട, കാട്ടിലെ മറ്റു പൂക്കളൊന്നും വേണ്ട. അപ്പൊ അങ്ങ് എങ്ങനെയുള്ളവനാണ്? ഗുണാലയസ്യ തവ സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മ്യാലയം പാദസരോജഗന്ധമാഗ്രായ. ഈ പാദസരോജഗന്ധത്തെ വിശേഷിപ്പിച്ചതാണ് സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മ്യാലയം. 3 വിശേഷണങ്ങൾ. ആരുടെ? ഗുണാലയസ്യ തവ, ഗുണങ്ങളുടെ മുഴുവൻ ആലയഭൂതനായിരിക്കുന്ന അങ്ങയുടെ. ഏതൊക്കെയാ ഗുണങ്ങള്? അനന്ത കല്യാണ ഗുണമൂർത്തിയാണ് ഭഗവാൻ. അതൊക്കെ ഇരിക്കട്ടെ. ഇവിടെ ഭഗവാൻ എന്ന ആ ഭഗശബ്ദങ്ങൾ, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഇങ്ങനെയുള്ള ഭഗങ്ങളാകുന്ന ഗുണങ്ങൾ, അതിനൊക്കെ ആലയഭൂതനാണ്. അല്ലേ? ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി. ഭഗവാൻ എന്ന ശബ്ദത്തിന് മുഖ്യാശ്രയഭൂതൻ അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളുടെയും ആശ്രയഭൂതനായിരിക്കുന്ന, വാസസ്ഥാനമായിരിക്കുന്ന തവ നിന്തിരുവടിയുടെ സന്മുഖരിതം, സജ്ജനങ്ങളാൽ മുഖരിതം, നല്ലോണം വർണ്ണിക്കപ്പെടുന്നത്. അറിവുള്ളവരൊക്കെ ഏതൊന്നിനെക്കുറിച്ച് പുകഴ്ത്തുന്നുവോ? ഭഗവാന്റെ പാദ സരോജഗന്ധത്തെക്കുറിച്ച്. ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുവാൻ വേണ്ടി സജ്ജനങ്ങളെല്ലാം എപ്പോഴും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു, വർണ്ണിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റു വണ്ടുകൾ അവിടെ ചെന്നിങ്ങനെ തേൻ കുടിച്ച്, അല്ലേ, താമരയിൽ ചെന്ന് തേൻ കുടിച്ച് അവിടെ ഇരുന്ന് മൂളുമ്പോൾ മറ്റു വണ്ടുകൾക്കുള്ള ഇൻവിറ്റേഷൻ കൂടിയാണ്. നിങ്ങളും വരിൻ, നിങ്ങളും വരിൻ, ഇതാ ഞങ്ങളിവിടെ നല്ല ആനന്ദം അനുഭവിക്കുന്നു, ഇവിടേക്ക് വരൂ, ഇവിടേക്ക് വരൂ, ഇവിടെയുണ്ട്, നിങ്ങൾ തിരയുന്നത് ഇവിടെയുണ്ട് എന്ന് മറ്റു വണ്ടുകൾക്ക് കൊടുക്കുന്ന ഒരു നോട്ടീസ് കൂടിയാണ്. അപ്പോൾ ആ വണ്ടുകൾ എങ്ങനെയാണോ ഭ്രമരങ്ങൾ ശബ്ദമുണ്ടാക്കി മറ്റു വണ്ടുകളെ ഈ നല്ല പൂക്കളുള്ളിടത്തേക്ക് ആകർഷിക്കുന്നത്, അതുപോലെ സജ്ജനങ്ങൾ ഈ ഭഗവാന്റെ പാദ സരോജ ഗന്ധമാഗ്രായ മുഖരിതം നല്ലോണം ശബ്ദിക്കുന്നു, വർണ്ണിക്കുന്നു. അങ്ങനെയുള്ള ജനതാപവർഗം, ജനതകൾക്ക് അപവർഗമായിരിക്കുന്നത്. അപവർഗം എന്നാൽ മോക്ഷസ്ഥാനം, എല്ലാ ദുഃഖങ്ങൾക്കും നിവർത്തി വരുന്ന സ്ഥാനം. അപ്പൊ ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും മുക്തിസ്ഥാനമായിരിക്കുന്ന, മോക്ഷസ്ഥാനമായിരിക്കുന്ന, ദുഃഖനിവൃത്തി സ്ഥാനമായിരിക്കുന്ന ലക്ഷ്മ്യാലയം, ലക്ഷ്മിയുടെ ഭവനവുമാണ് ഭഗവാന്റെ പാദ സരോജം. എല്ലാ ഐശ്വര്യത്തിൻ്റെയും വിളനിലമാണ് ഭഗവാന്റെ പാദ സരോജം. ഇപ്പൊ ലക്ഷ്മിക്ക് ആലയവുമായിട്ടുള്ള പാദ സരോജഗന്ധം ആഗ്രായ, അങ്ങയുടെ പാദകമലങ്ങളുടെ ഗന്ധത്തെ മണത്തിട്ട് ആഗ്രാണിച്ചിട്ട് അവിഗണയ്യ, അതിനെ അവഗണിച്ചിട്ട്, അത് രുചിച്ച ശേഷം അതിനെ അവഗണിക്കാൻ ആർക്ക് സാധിക്കും? അവിഗണയ്യ സദാ ഉരുഭയം അന്യം, എപ്പോഴും ഭയമുള്ളതായിരിക്കുന്ന, മരണഭയമുള്ളതായിട്ടുള്ള മറ്റുള്ളവരെ, അന്യം വേറെ ഏതെങ്കിലും വസ്തുവിനെ, അർത്ഥവിവിക്ത ദൃഷ്ടി കാമർത്യാശ്രയേത. അർത്ഥവിവിക്ത ദൃഷ്ടി, വിവിക്ത ദൃഷ്ടി വിവേചിച്ചറിയുന്ന ദൃഷ്ടിയോടുകൂടിയവൾ. എന്താണ് പ്രയോജനം? അർത്ഥം എന്നാൽ പ്രയോജനം. അപ്പൊ പ്രയോജനത്തെ നല്ലതുപോലെ വിവേചനം ചെയ്ത് അറിയാൻ സാമർഥ്യമുള്ള കാമർത്യ ഏതൊരു സ്ത്രീയാണ് ശ്രയേത ആശ്രയിക്കുക. അപ്പൊ വിവേകമുള്ള ഒരു സ്ത്രീയും മറ്റൊരു പുരുഷന്റെ പാദങ്ങളെ ആശ്രയിക്കില്ല. അതിൽ ഇതുപോലെയുള്ളതായിട്ടുള്ള ഗന്ധം, അല്ലേ, ഇതുപോലെയുള്ളതായിട്ടുള്ള മാധുര്യം
ഇതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം, തൃപ്തി, അതൊന്നും മറ്റൊരാളെ ആശ്രയിച്ചാലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നല്ലോണം കാര്യവിചാരം ചെയ്ത് പ്രയോജനം ഏറ്റവും അധികം ഉള്ളതിനെയല്ലേ ബുദ്ധിയുള്ളവർ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഏതെങ്കിലും സ്ത്രീകൾ, വിവേകമുള്ളവർ, പ്രയോജനത്തെ തിരിച്ചറിയാൻ കഴിവുള്ളവർ നല്ലോണം പ്രയോജനമുള്ളതിനല്ലേ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് അങ്ങയെ അല്ലാതെ ആരെ സ്വീകരിക്കാൻ? അപ്പോ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഒരു ഗുണവുമില്ലാത്തവൻ, നീയാണെങ്കിൽ എല്ലാ ഗുണങ്ങളും ഉള്ളവൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഗുണഹീനനാണ് താനെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ പറയണു എല്ലാ ഗുണങ്ങളുടെയും ആലയമാണ് അങ്ങ്. ഗുണാലയസ്യ. അപ്പൊ ഗുണഹീനനെ മാറ്റി ഗുണാലയനാക്കി ഭഗവാന്റെ ആ കൃഷ്ണമൂർത്തിയെ വർണ്ണിച്ചു. അങ്ങേക്ക് സദൃശനായിട്ട് മറ്റൊരാളില്ല, അതുപോലെ യോഗ്യതയുള്ള ഒരാളില്ല, അതുകൊണ്ട് വേറൊരാളെയും ഭജിക്കുന്നില്ല. മോക്ഷസ്വരൂപനായ അങ്ങയെ മാത്രമേ ഭജിക്കുന്നുള്ളൂ. കാന്യം ശ്രയേത തവ പാദസരോജഗന്ധമാഗ്രായ സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മ്യാലയം ത്വവിഗണയ്യ ഗുണാലയസ്യ മർത്യാ സദാ ഉരുഭയം അർത്ഥവിവിക്ത ദൃഷ്ടി. ഈ ലോകത്തിൽ എന്തിനെ ആശ്രയിച്ചാലും എപ്പോഴും ഭയമുണ്ടാക്കുന്നതാണ്. നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയമുള്ളതാണ് എല്ലാം. അവർ സ്വയം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എല്ലാ മനുഷ്യരും സ്വയം മരണമുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ള മരണഭയമുള്ളതായിട്ടുള്ള ആളുകളെയാണോ ഞാൻ ഭജിക്കേണ്ടത് എന്നൊക്കെയാണ് ചോദ്യം. ഗംഭീര തിരിച്ചു ചോദ്യങ്ങളാണ് എന്നറിയാം. ബാക്കി നമുക്ക് നാളെ രാവിലെ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ രാവിലെ നോക്കാം. എല്ലാവർക്കും ശുഭരാത്രി.